മൈലാഞ്ചി മൈലാഞ്ചിയിൽ എന്തൊക്കെ വേണം സുകന്യ? മഞ്ഞള്, വെറ്റില, അടയ്ക്ക, ചിലമ്മ വെറ്റിലി കൂട്ടൂലമ്മ ചിലവര്. ഇനി കറുകൊക്കെ എവിടെ നിന്ന് കിട്ടുക? കറുകപ്പുല്ല് ഇവിടെ കാണാനേ ഇല്ല. നല്ല കളറുണ്ടാവും. അപ്പോഴേ സംക്രാന്തി ഒരുക്കങ്ങൾ തുടങ്ങിട്ടോ. ആദ്യം തന്നെ കണ്ടോ, ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. നമ്മളിത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് അടുപ്പത്ത് വെച്ച് കൊടുത്ത് തിളക്കട്ടെ കിടന്നിട്ട്. അമ്മ കുറേ കാലങ്ങളായി വിചാരിക്കും. ഒരു 1.5 മാസത്തിന് ശേഷം അമ്മേനെ കണ്ടില്ലേ. അമ്മ എവിടെ ചോദിച്ചിരുന്നില്ലേ. അമ്മ വന്നിരുന്നു. ഒന്ന് മുഖം കാണിച്ചു കൊടുത്താലേ അമ്മ. കുറേ ആയിട്ട് കാണില്ലോ പരാതി പരിഭവത്താണ്. അമ്മ 4-4:15 ഇപ്പം അമ്മ വന്നു കേട്ടോ. നീ പിന്നെ എങ്ങനെ സുകന്യ പണിയില്ല പൊന്നാരി എൻ്റെ ഓടക്കൊള്ള പൊട്ടിക്കണ്ട കേട്ടോ. കേട്ടോ അത് എടുക്കണ്ട കേട്ടോ. വെള്ളം നോക്കിയേക്ക് കിണറ്റില്. എന്താന്നറിയോ, പുഴ പോലെ നിൽക്കുന്ന. വെള്ളം കമ്മിയായില്ലേ? വെള്ളം അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. വെള്ളം കഷ്ടം പോലുണ്ട്. തേങ്ങ കേട്ടോ, പെരുംജീരകല്ലേ. പെരുംജീരകവും തേങ്ങയും കുരുമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ല മൂത്ത് വന്നേ. ഏട്ടൻ പറഞ്ഞത് നാടൻ കോഴി വെക്കണ പോലെ വെക്കാൻ. നാടൻ കോഴി അല്ല കേട്ടോ, ശരിക്കും നാടൻ കോഴിയാണ് വെക്കൽ. നാടൻ കോഴിയല്ല. നാടൻ കോഴിക്കൊക്കെ അല്ലേ, ഈ കോഴിക്ക് പിടുത്തം വിട്ട വിലയാണ്. നാടൻ കോഴിക്കാണ് പറഞ്ഞാൽ അതിനേക്കാട്ടിലും വിലയും. കിട്ടാനും ഇതിൽ അടുപ്പിൽ വെക്കല്ലേ അമ്മ. ഇത് ഞാൻ എല്ലാ പ്രാവശ്യമല്ലേ നമ്മൾ നല്ല മുഴുകിയിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മൈലാഞ്ചി ഇടാൻ പറ്റില്ല കേട്ടോ. ഇവരൊക്കെ മൈലാഞ്ചി ഇടും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, അമ്മ എന്തായാലും ദോശ ഉണ്ടാക്കും. അപ്പോൾ വേഗം അതാണ്ട് നോക്കട്ടെ അല്ലേ. ഈ അടുപ്പം നമ്മളിപ്പോൾ കത്തിക്കാറേ ഇല്ല കേട്ടോ. ഇത് ആകെ 2 പ്രാവശ്യം മറ്റോ കത്തിച്ചിട്ടുള്ളൂ. വാഴത്തണ്ട് പോയിട്ട് പറിച്ചിട്ട് ഞാനങ്ങോട്ട് വിചാരിച്ചങ്ങോട്ട് കത്താതിരിക്കുമോ. എന്നോട് തീക്ക് ഭയങ്കര സ്നേഹം. അമ്മ അത് കത്തി. ഇത്രയുള്ളൂ. സുകന്യേ വാ. കിട്ടിയോ? ദാ അയ്യോ, ഇതിനൊരു ഷിമ്മി വാങ്ങാൻ പോണല്ലോ അല്ലേ. കണ്ട അമ്മു അമ്പലത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ. ആദ്യമായിട്ടാണ് അമ്മ ചുരിദാർ ഇടുന്നത് അല്ലേ. പിന്നെ ചോറോ ദാ ഇതും ഇത് കഴിഞ്ഞ കൊല്ലം എടുത്ത തുണിയാണ് കേട്ടോ. 150 രൂപയ്ക്ക് എടുത്ത ഡ്രസ്സാണ്. നന്നായിട്ടില്ലേ? വീട്ടിലെങ്കിലും ഇത് നല്ല രസം നമ്മൂട്ടി. ഇതൊക്കെ ഇട്ടിട്ട് കാണാട്ടോ അല്ലേ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അച്ചുട്ടി വിളക്ക് കഴുകുക. തളിക അച്ചുട്ടിയേ അതിലില്ലേ തിരി അവിടെ അല്ലേ. ഇവിടെ അമ്മോ നമ്മുടെ ചിക്കൻ കറി ഇല്ലേ, ചിക്കൻ കറി ആയിട്ടോ. വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചെറിയുള്ളി മൂപ്പിച്ചിടണം കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ദോശ 2 പാത്രത്തിലും വേഗം ദോശ ഉണ്ടാക്കട്ടെ. ഇതിലും ദോശക്കല്ല് വെച്ച് കഴിഞ്ഞാൽ വേഗം ആവുമല്ലോ. 2 പേരും അങ്ങോട്ട് വേഗം ചെയ്താലേ. അയ്യോ ഈ ദോശ ഇറച്ചി ഉണ്ടാക്കുമ്പോഴേ ഇപ്പോഴൊന്നും ഇപ്പം അധികം വേണ്ട.
ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലേ 7 മണിക്കൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു വെച്ചാൽ എത്ര മണിയാവും ഏട്ടാ ഉണ്ടാക്കിയ കഴിച്ചുകൊണ്ടേരും. കുട്ടികളും എല്ലാവരും ഇപ്പോൾ ഈ ഒരു അടുപ്പില്ലേ നമുക്ക് ഭയങ്കര ഒരു പണി വന്നിട്ട് പണി തരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ അടുപ്പിൽ തീ ശരിയാവണില്ല. കുഞ്ഞുണ്ണി എങ്ങനുണ്ട്? സൂപ്പർ. എനിക്ക് വയ്യ. ഒന്നും ആയിട്ടില്ല. പരിപാടി മൈലാഞ്ചി അരച്ചിട്ടില്ല കേട്ടോ. മൈലാഞ്ചി അരക്കണം. കുറച്ച് ചെയ്യട്ടെ. അവന് വേണ്ടാത്തതൊന്നും നിങ്ങൾ ശീലിപ്പിക്കണ്ട കേട്ടോ. സൂപ്പർ. ഇറച്ചി കഴിക്കട്ടോ. എന്തേ എന്തേ ഈ ചൂടുവെള്ളം ഇതാക്കി കൊടുക്കേണ്ടി വരും അമ്മ. അരച്ച് കൊടുക്കേണ്ടി വരും. ശങ്കരാന്തിയുടെ അല്ലേ അതിന് വരുന്നുണ്ടേ. ഇതൊക്കെ ദോശ അങ്ങനെ തുളയുള്ള ദോശ തന്നെ കണ്ടോ. പക്ഷെ എന്ത് ഈ തീയിൻ്റെ ഒരു പ്രശ്നം. ഏട്ടന് ഇങ്ങനത്തെ ദോശ ഏറ്റവും ഇഷ്ടം. ഞാൻ കഴിച്ചോ. എന്നാ പന്ന ഒന്നും കൂടി. ഒന്നും കൂടി അങ്ങോട്ട് അമ്മ കഴിച്ചോളി. നമ്മ 8 മണിയുടെ ഉള്ളിൽ ഭക്ഷണം കഴിക്കണം. അത്രേ 8 മണിയുടെ ഉള്ളിൽ. അനിയേട്ടൻ ചോദിക്കിപ്പോൾ നേരത്തെ ആയില്ലേ കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരം ഇരിക്കുകയല്ലേ. അപ്പോൾ എന്താ മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുറേ ദിവസമായിട്ട് എടുക്കാത്ത കൊണ്ട് കേട്ടോ ഈ ചട്ടിയിൽ ഇപ്പം കറിയില്ല. എടുക്കണം. അവൾക്ക് ചൂടോടെ ദോശ വേണമെന്നാ പറയുന്നതേ. അത് അടുപ്പൊന്നും ഇങ്ങനെ തന്നാതീന്ന്. അതാവുമ്പോ കഴിക്ക്. അമ്മ എടുത്തോളി. നമ്മന്നാ ചോറ് കഴിച്ചാൽ മതി. കുറെ കെട്ടി അനിയേട്ടനെ ഇങ്ങനെ വേണം പറഞ്ഞിട്ടാണ്. ഇവർക്ക് എന്താ ദോശ ഇവര് പറയും ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്താ പേപ്പർ പോലെ കറി എടുത്തോളൂ പേപ്പർ പോലെയാണ് പറഞ്ഞിട്ട് അതാ ഇഷ്ടം പറയും. അനിയേട്ടൻ പറയും എനിക്ക് പേപ്പർ പോലെ വേണ്ട, എനിക്ക് കട്ടിയിൽ മതിയോ പറയും. ഇവർക്ക് കട്ടിയുള്ള അത് വലിഞ്ഞിട്ടില്ല പറഞ്ഞേ. അല്ലെങ്കിൽ ഇത് ഗ്യാസിലാണ് പറഞ്ഞല്ലേ ഒരു സൈഡ് പൊട്ടില്ല പൊട്ടോ അല്ലേ. അവിടുത്തെ അടുപ്പിലാണ് വെച്ചാലും പൊട്ടില്ല. അതാണേ ഇവിടെ ഒന്നും ചൂട് തട്ടണേ അല്ലേ ഈ സംഭവം. ഈ നടുക്ക് മാത്രമേ ചൂട് തട്ടുള്ളൂ. അത് കണ്ടോ നടുക്ക് വേഗം വേവുകയും ചെയ്യും. ഇതാണ് ഇങ്ങനെ കത്തിക്കുമ്പോ. ഞാൻ കാണിച്ചടി പറഞ്ഞേ. കയ്യിലല്ല ഇതാ കണ്ട
ഷൂ ചട്ടുകം എടുത്തിട്ട് വാ. വട്ട ചട്ടുകം, നീള ചട്ടുകം, ചതുര ചട്ടുകം. അമ്മൂന്റെ പാത്രം കൂടി നോക്കിയൊക്കെ ചെറിയ പാത്രം മതി ഇത്രയും. ആര് ആരാണ് മണ്ണാർക്കാട് വിടുവാണ് ബ്ലൗസ് എടുക്കാനാണേ ബ്ലൗസ് വിടുവാന്ന് ചോദിച്ചില്ലേ ഞങ്ങൾ പറ എന്നോടല്ലേ അറിയണേ. ഞങ്ങൾ തന്നെ കഴിക്കുള്ളൂ കേട്ടോ. നിൽക്കില്ല എന്ത് കഴിച്ചാലും അതാ സാധനം വേണം. ചോറ് ശകരം ഇപ്പോഴൊക്കെ എല്ലാം കഴിക്കലാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈലാഞ്ചി ചേർക്കൽ തന്നെ. അമ്മ എവിടെ പോയി, അമ്മേനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴൊക്കെ ട്യൂബ് കിട്ടും സുഖമായിട്ട്. രാത്രി അവന് പാല് കൊടുക്കണം. കെട്ടിയാ നല്ല രസമുണ്ടാവുന്ന. കുട്ടിക്ക് 5 വയസ്സായി. പൊന്നൂസിന് 4 വയസ്സാവാറായി. കന്നിമാസം വന്ന നമ്മളേ എന്തെങ്കിലും അരക്കുന്നത് കണ്ട അമ്മിയിൽ. ഇതിൽ അമ്മിയിൽ അരച്ച് കഴിഞ്ഞാൽ എന്താ വേറെ പറയില്ലേ, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ പറയില്ലേ. നമ്മളപ്പോൾ എന്ത് ചെയ്യും എന്നറിയോ, ഉണ്ണിത്തണ്ടില്ലേ, ഉണ്ണിത്തണ്ട് വെട്ടിയിട്ട് അതങ്ങോട്ട് അരയ്ക്കുക. അപ്പോൾ അത് ശരിയാവും കേട്ടോ. വേറെ മിക്സിയിൽ അരക്കണേക്കാൾ നല്ലതല്ലേ അമ്മിയിൽ അരയ്ക്കുന്നത്. എന്താണ് മൈലാഞ്ചി? സോറി അമ്മ ഒരു ഗ്ലൗസ് ഇട്ട് ചെയ്യാമോ, അല്ലെങ്കിൽ നാളെ അമ്മക്ക് പോകണ്ടല്ലേ. ഞാൻ തന്നെ ഇട്. കയ്യിൽ മൊത്തം അങ്ങനെ ഇടുവോ? കയ്യിൽ മൊത്തം ഇങ്ങനെ ആവേ. എങ്ങനെ ഇങ്ങനെ മൈലാഞ്ചി എന്തിനാ ട്യൂബ് മേടിച്ചപ്പോ? ട്യൂബും ഈ മൈലാഞ്ചി ഒന്നും വ്യത്യാസം ഉണ്ടാ മുട്ടി. ട്യൂബൊക്കെ എപ്പോഴല്ലേ വന്ന് ഇങ്ങനെ മൈലാഞ്ചി അങ്ങനെ ആക്കുമ്പോ കയ്യിലാവില്ലേ? ഇല്ല കുഞ്ഞാ, കളറാവില്ലേ? ചെറിയ കളറുണ്ടായിക്കോട്ടെ, നഖത്തിലൊക്കെ കളറുണ്ടെങ്കിൽ നല്ല രസമാണേ. അപ്പം ഈ മൈലാഞ്ചി തന്നെ കിട്ടാൻ വഴിയില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് വീട്ടിൽ റോഡ് സൈഡല്ലേ, വയ്യാത്തൊരു അവിടെ നിന്ന് എന്താ പറിച്ചിട്ട് വരാഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, പാത്രങ്ങളൊക്കെ കഴുകി, നമ്മുടെ പണിയൊക്കെ ഒരുങ്ങി കേട്ടോ. ഇനി കുറച്ച് തുണി മടക്കി വയ്ക്കാണ്ട് അതിനെ വിചാരിച്ചു നാളെ ചെയ്യാം. ഇന്നല്ലേ വീട്ടിലുണ്ട് മൈലാഞ്ചി അല്ലേ, ഇന്ന് കിട്ടണതിൻ്റെ ഇത് നാളെ കിട്ടില്ലല്ലോ. അപ്പോൾ രാവിലെ മടക്കി വെച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. വയറ് നിറഞ്ഞപ്പോഴേ പണിയെടുക്കാനും സത്യം പറയാച്ചല്ലേ വയ്യ അല്ലേ. ആ ഇത് പെൺകുട്ടികളെല്ലാവരും ഇടണം കേട്ടോ മൈലാഞ്ചി. എനിക്കിഷ്ടല്ല, ഞാൻ ഇടാറില്ലല്ലോ. എൻ്റെ കൈ നാസാക്കാനാ. എൻ്റെ അറിവിൽ ഞാൻ 7ാം ക്ലാസ് മാറ്റിട്ടു. പായസം കൊടുക്കാനാണോ? നാളെ പായസം ചേമ്പിന്റെ ഇല നോക്കി നോക്ക് എത്ര വലുതാണ്. അത് മുതിരട്ടിട്ട് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കാണ്. ഈ മത്തന്റെ വള്ളി ഇല ഒന്നും മാറ്റണില്ല, അത് എവിടേക്ക് വീട്ടിലേക്ക് കയറി വരുന്നു, കിണറ്റിന്റെ അവിടെ വരെ വരട്ടെ അമ്മൂ. ഇങ്ങനെ അരയ്ക്കാൻ എന്ത് സുഖാവാ.
അച്ഛനും അമ്മി അച്ഛനില്ല മേമി ഇട്ടോളൂ. പപ്പൂന് ഇട്ട് കൊടുത്താലോ? പപ്പൂൻ്റെ ഓ ഉം. ഇട്ടെടുത്തോ? ചാത്തപ്പനോ? ഉണ്ടെങ്കിൽ ഇട്ടെടുക്കോ. ഇത് ചുമപ്പ് കമ്മിയുള്ളതാ? അതെ, മൈലാഞ്ചി ചോപ്പ്. മഞ്ഞളൊന്നും ഇല്ല. മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടാലോ? നോക്കി നോക്കാൻ പറയുന്നത് മുളക് പൊടി ഇട്ടാലോന്ന്. മഞ്ഞൾ കണ്ടിട്ട് ഞാൻ ഇഞ്ചി നടന്നു. ഇവിടെ മഞ്ഞളില്ല നമ്മളുടെ തൊടിയിൽ. അമ്മയ്ക്കില്ലേ അമ്മിയിലരയ്ക്കണ ഭയങ്കര ഇഷ്ടാട്ടോ. ഓ ഇത് കടിക്കാൻ കൂടുമ്പോ ഒന്ന് കടിക്കട്ടെ നിന്നെ. ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോയി തരാം. ആടി അമ്മയല്ലോ. ഇതിൽ അരച്ചെടുക്കുമ്പോൾ നോക്ക് വെള്ളാക്കാത്തിരിക്കുമ്പോൾ. ഞാൻ അമ്മ എന്നുണ്ടൊരു ഞങ്ങളുടെ ലാസ്റ്റ് ഒരു കുട്ടീനെ മേത്ത് കൂടെ അങ്ങനെ ഉറുമ്പ്. വേണ്ടോ? അത് അപ്പുറത്തെ കൈ കാട്ട്. ആ എൻ്റെ മടിക്ക് എൻ്റെ കയ്യിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി കാലുകൂടെ ടച്ച് കാലുകൂടിടാ വെല്ലക്കൂടിടാ. ഇതെന്തറിയോ, ഇത് നഖത്ത് കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞല്ലേ വളങ്കടി. വളങ്കടി മാത്രല്ല കാണാൻ നല്ല രസമായിരിക്കും. അതൊരു സൈഡ് ഇങ്ങനെ റോസ് കളറിൽ ഇങ്ങനെ വളർന്നു വരുമ്പല്ലേ പ്രത്യേക ഭംഗിയാണ് അതിന്. ഏട്ടാ തലയിൽ തേച്ച് കഴിഞ്ഞാൽ എന്താ നരച്ച മുടി ഇല്ലെങ്കിൽ തേക്കുക ഇതിനല്ല, അത് മുടി നരച്ചവര് അങ്ങനെ അതിനെ തേക്കുക. അച്ചുട്ടി നഖത്തിലിടണ അച്ചുട്ടി. എന്നിട്ടില്ലേ കൊറേ നല്ല രസമാണ് അത്. അതാ എന്റെ തുണി കൂടെ നോക്കേട്ടാ. അതില്ല കാലിലിട്ടോ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയാല്ലേ, ചുമ്മാ അമ്മേനെ കണ്ടില്ല കണ്ടില്ല എന്നുള്ള പരാതി എല്ലാവരുടെയും തീർന്നു എന്ന് വിചാരിക്കണു ചേട്ടാ. അങ്ങനെ തന്നെയാണ്. തൊപ്പി 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 പോലെ നിങ്ങളിതൊന്നും കണ്ടില്ലല്ലോ അല്ലേ? അച്ഛതൊന്നും കണ്ടില്ല. പിന്നെന്താ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇട്ടില്ലേ? ആ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട തന്നെയാണ്. ഇവർക്കില്ലേ നമ്മളെ എന്റെ തുണി ഫുള്ള് നാശാക്കി. ആ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താന്നറിയോ, തുണിയിൽ ഇത് എന്താ കറയണതേ. കയ്യില് കറയെന്ന് പറഞ്ഞ കൈ ചോപ്പ് കളറായിട്ട് കുട്ടികൾ നാളെ നോക്കിക്കോ. അപർണേ ആർച്ചേ നിന്റെ കൈയൊന്ന് കാണിക്കുന്നു. ഇന്നില്ലേ ഞങ്ങളില്ലേ ഇന്ന് ആശുപത്രി പോയിട്ടോ. എനിക്ക് വെയ്യാണ്ട് അതിന് അമ്മാതിരി ടെൻഷനിലേക്ക് വലിച്ചു കയറ്റുന്നില്ല ചേട്ടാ. ഇന്ന് വെയ്യാണ്ട് ആശുപത്രി പോയിട്ടോ. ആശുപത്രി പോയി വരുമ്പോൾ അച്ഛനെയും അമ്മൂനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിന്നു. ബിദ്ദ സ്കൂളിന് മുമ്പിൽ നിന്നു. അപ്പൊ കൊറേ കൂട്ടുകാരില്ലേ, ചേച്ചി നിങ്ങളുടെ ആ പേ നോക്കതാ ബാഡി കയ്യിലാണ് വേ നോക്കുക. നീരില്ലേ നീരില്ലേ കയ്യില്? ഇതൊരു അരമണിക്കൂർ ഇട്ടാ മതി. നേരം വിളിച്ച അവിടെ നിന്നാ ഓ രാവിലെ പണക്ക് പണിയിരുങ്ങി നല്ല സമയമില്ല. ഇപ്പൊ ഇല്ലാത്ത സമയം. എന്റെ കൈ കൂടെ ഒക്കെ ഉണ്ടോ? അപ്പഴത്തെ കളറിന്റെ ഇതൊക്കെ പോകും. പോലെ സൂന്യ ഒരു കാര്യം പറയട്ടെ, ഈ നാച്ചുറലിന് ഉള്ളതിന്റെ ഭംഗിയില്ലേ ഒരിക്കലും മറ്റേന് കിട്ടില്ല. ആ എന്നിട്ട് കൊറേ കഴിയുമ്പോ കണ്ടോ ചിലരുടെ തൊഴി അടർന്നു പോണത്. അതും ഇതും കൊണ്ട് തന്നെ. ഇതിലൊരു കുഴപ്പമില്ല. ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. ഇതൊക്കെ ഗ്യാരണ്ടിയാണ്. ഇത് മൈലാഞ്ചി പ്രസീത ഗ്യാരണ്ടി. എന്തൊക്കെ കെമിക്കലാണേ.
ഇതില് ഒരു മൈലാഞ്ചി കണ്ടോ അച്ചുവിന്റെ ബാടി അച്ചു അപ്പുറത്തെ കയ്യിലും സുവനി കിട്ടും അതിനിപ്പോ നീ നേരെ വിളിച്ച വെള്ളം വെക്കേണ്ടത് ഏട്ടാ ഏട്ടാ ഈ മൈലാഞ്ചി എന്താ മുല്ലപ്പൂ ഇല്ലടി നിനക്ക് മുല്ലപ്പൂവേ തലയിൽ വെച്ചിട്ടേ അത് വാടിപ്പോയ അമ്മായിമ്മക്ക് എന്റെ വാടുമല്ലോ ഇപ്പം ഇവിടെ രണ്ടാളുടെ അമ്മായിമ്മ ഒന്നല്ലേ അതെന്താ പറയുന്നത് അവള് തമാശക്ക് പറയുമ്പോ നിങ്ങള് മുല്ലപ്പൂവിന്റെ കഥയാണ് പറഞ്ഞ അമ്മായിയമ്മയെ കുറ്റം പറയാനാ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഇത് കട്ടാക്കി ഞാൻ അറിയാതെ പറഞ്ഞതാണ്. ഇപ്പൊ മൈലാഞ്ചിയുടെ അല്ലേ ചെയ്യുന്നത്? അങ്ങനെ പറയും. എന്ത് പറയും? അതേപോലെ കെട്ടിയന്മാരുടെ സ്നേഹാത്ര ഇതിന്റെ മൈലാഞ്ചിയുടെ ചോപ്പ് അറിയോ? ആ കെട്ടിയന്മാരുടെ സ്നേഹാത്ര മൈലാഞ്ചിയുടെ ചോപ്പ്. അത് അതിന്റെ സ്നേഹം. ഞാൻ വെറുതെ പറയാട്ടോ, എന്താ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. എന്താ ചിലര് പറയും മുല്ലപ്പൂ വാടി കഴിഞ്ഞു വെച്ചാല് കുറ്റില, അതൊന്നും അല്ല. അതൊക്കെ പണ്ട് വെറുതെ ഓരോന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങള്. സ്നേഹ ഈ വീഡിയോ കാണുമ്പോ അമ്മൂന് ഇനി ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കട്ടാ. അമ്മൂനെ ട്യൂഷൻ പഠിപ്പിച്ചതാണ് കേട്ടോ. അമ്മൂട്ടിക്ക് ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടാട്ടോ, ഭയങ്കര ഇഷ്ട. എന്നിട്ടോ അമ്മൂല്ലേ, അമ്മൂന് ഭയങ്കര ഇഷ്ടാ ചെറിയ കുട്ടികളെ. സിനിമയുണ്ട് 5-6 മറ്റോ സിനിമ ഉണ്ട്. അവന്റെ സ്റ്റോറി നല്ല രസാ. ഞാനേ കഴിഞ്ഞ പ്രാവശ്യല്ലേ കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം മൈലാഞ്ചി ഇട്ടില്ലേ നമ്മള്, ഓർമ്മ ഉണ്ടോ? സുകന്യ നാളെ എത്ര ഏട്ടാ ഇടുള്ളൂ. ഈ മൈലാഞ്ചിരി അടുത്തേക്കും എന്നിട്ട് നാളെ സുകന്യ ഇടും. ഇട്ട് കൊടുക്കടി, ഇട്ട് കൊടുക്കടി. ഒറ്റപ്പാലത്ത് ഉണ്ണിമുകുന്നുണ്ട്. അത് പാലക്കാട്. പിന്നെ ഉണ്ണിമുകുന്ദന്റെ വീട് ഒറ്റപ്പാലാണ്. അപ്പഴേ ഇനിയിപ്പൊ നീ ഇവിടെ കടന്നു അച്ഛമ്മ, നീ ഇവിടെ കടന്നു. ഓക്കെ കടക്കണം കേട്ടോ. പകുതി കടന്നൂട്ടമ്മ കുഞ്ഞുണ്ണീനെ പോലെ പകുതി സമയത്തിട്ട് അമ്മേനെ കാണണമെന്ന് അവൻ കടന്നിട്ട് അനിയേട്ടല്ലേ കടക്കയച്ചില്ല. അനിയേട്ടൻ പറഞ്ഞു അവനെ അമ്മേനെ വിട്ട് കടന്നിട്ടില്ല, കൊണ്ടേക്ക് പറഞ്ഞിട്ട് കൊണ്ടേക്കത്. അവൻ കടക്കായിരുന്നു ഇവിടെ. അല്ല കടന്നാണ്. എന്നിട്ട് രാത്രി കുഞ്ഞുണ്ണിക്ക് പനി കൂടിയിട്ട് എന്താ പകുതി ഉറക്കത്തിൽ കൊണ്ടുവരല്ലേ അവന്. ഒരു കുഴപ്പമില്ലാണ്ട് അനിയേട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നേ. എന്താ പക്ഷെ അനിയേട്ടൻ അപ്പയ്ക്കും അവൻ പാല് കുടിക്കണല്ലേ, അവനെ അവിടെ കൊണ്ടേക്ക്. എന്താ പറയണ കഴിഞ്ഞൂട്ടാ. അപ്പഴേ സുകന്യയുടെ അച്ഛമ്മേനെ കണ്ടപ്പോ മുതലില്ലേ ഇപ്പൊ അവന് അച്ഛമ്മേനെ വേണം. അരച്ചതാണ്, അരച്ച് അത് അമ്മ നിന്നിട്ടില്ലേ അവിടെ നല്ല കഴിയിട്ടുണ്ട്. ഉണ്ണിത്തണ്ടും കൊണ്ട് അരച്ചു കഴിഞ്ഞാൽ പോവില്ലേ. ഇത് അനിയേട്ടൻ പറയാ അത് വിഷാത്രേ. മൈലാഞ്ചി കറിയിലിട്ടൂടെ അരച്ചതേ, കറിയിലിട്ടൂടെ. അമ്മ പറയുന്ന കേട്ടോ, കണ്ണി കണ്ട
ഇതിന്റെ ഒരു മണാണ് ഒരു തിളച്ചവെള്ളം ഒഴിച്ചിട്ട് സോപ്പ് പൊടിയിട്ട് കഴിക്കും. കല്ലി ഇതല്ല കല്ലിലേ കല്ലിലേ ഇതിന്റെ ഒന്നും ചെയ്യണ്ട, ഉണ്ണിത്തണ്ടാണ്ട് ഇട്ടിട്ട് കുത്തി അരച്ചാ മതി. ഓക്കെ ഉണ്ട് പോവെന്ന്. നമ്മുടെ മൈലാഞ്ചി ഇടൽ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അമ്മ ഇതിട്ടിട്ട് എങ്ങനെ കടക്കുക? അമ്മ ഇതിട്ടിട്ട് എങ്ങനെ കടക്കുക? ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാൽ ഞാൻ കളയൂട്ടോ. എന്റെ അധികം ഒരു അവൾ ഒരേപോലെ കിടക്കുന്നു, അനങ്ങാണ്ട് കിടക്കത്ര രാവിലെ വരെ. എനിക്ക് പറ്റില്ല. അപ്പൊ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. നാളെ കാണാൻ പറ. ഇതോടെ ഇത് നിന്റെ. അപ്പോഴേ നാളെ കാണാം. 3 വട്ടം ഞാൻ യൂസ് ചെയ്തുള്ളൂ. അപ്പോഴേക്ക് അതിന്റെ പെരുപ്പെടുത്തു നോക്കാം.